മൂവി ലവർ ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും അടിപൊളി ഗിഫ്റ്റ് എന്തായിരിക്കും? വേറെ ഒന്നും കൊടുക്കണ്ട, അവർക്ക് നല്ല കുറച്ച് മൂവീസ് സജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് തന്നെ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊരു റിവ്യൂ ചാനൽ ഒന്നല്ല, ഞാൻ കണ്ട് വേറെ ആൾക്ക് സജസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള മൂവീസ്, സീരീസ്, അനിമെ, ഡോക്യുമെന്ററീസ്, മോക്യുമെന്ററീസ് അങ്ങനെ തുടങ്ങി സകലമാന സാധനങ്ങളും ഞാൻ ഇതിലൂടെ സജസ്റ്റ് ചെയ്ത് തരാം. അപ്പം നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കും അതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ ഒരേ വേവ് ലെങ്ത്തും ടേസ്റ്റൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇത് നമുക്ക് നമ്മളൊരു സ്പേസ് ആക്കി മാറ്റാം. അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ. വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഒന്ന് രണ്ട് സ്പേസിൽ നടക്കുന്ന ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള കുറച്ച് ഇവന്റ്സ് ഉള്ള ഒരു മൂവിയാണിത്. ഇതിപ്പോൾ മൂവിയാണോ ഷോർട്ട് ഫിലിം ആണോ എന്ന് പറയാൻ പറ്റാത്ത ഒരു ടൈം ഫ്രെയിമിലാണ് ഇത് ഉള്ളത്. ആകെ 45 മിനിറ്റ്സ് ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ഷോർട്ട് ഫിലിം ഒക്കെ കാണുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ ഒരു മൂവി കംപ്ലീറ്റ്ലി കണ്ടു തീർക്കാനും പറ്റും. ഇപ്പോൾ കഴിഞ്ഞ വർഷം റിലീസായിട്ടുള്ള ഒരു മൂവിയാണ്. ഇതിപ്പോൾ മൊബൈലൊക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഒറ്റയ്ക്ക് കിടന്നുറങ്ങുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ കണ്ടാൽ അത്ര പേടിക്കണമെന്നില്ല. പക്ഷേ വേറെ ഒരാളുടെ കൂടെ കിടന്നുറങ്ങുന്ന ഒരാളാണെങ്കിൽ ഈ മൂവി കണ്ടാൽ കുറച്ച് ഡിസ്റ്റർബിങ് ഫീൽ ആയിരിക്കും. ആ ഒരു തോട്ട് മൈൻഡിൽ കയറിയാൽ ചിലപ്പോൾ ഉറക്കം പോകാൻ സാധ്യതയൊക്കെ ഉണ്ട്. ഉറക്കം കളയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൂവി കാണാം. ആമസോൺ പ്രൈമിലൊക്കെ അവൈലബിൾ ആണ്. മസ്റ്റ് വാച്ച് മൂവിയാണിത്. മിഡ് നൈറ്റ് മാസ് സീരീസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് അതായിട്ട് കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ സ്റ്റോറി എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു ഗിഫ്റ്റിനെ അല്ലെങ്കിൽ ഒരു ലക്കിനൊക്കെ ഒരു ഐലൻഡിലുള്ള ആൾക്കാർ മൊത്തം എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഈ മൂവിയിൽ നമുക്ക് കാണാൻ പറ്റും. അവര് സെൽഫിഷ് ആയിട്ടുള്ള അവരെ കുറെ ആഗ്രഹങ്ങളും അവരെ അതിനു വേണ്ടിയിട്ടൊക്കെ കാട്ടിക്കൂട്ടുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് ഈ മൂവിയിൽ പറയുന്നത്. ഞാൻ റീസെന്റ് ആയിട്ട് കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മൂവിയാണിത്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, എന്തായാലും കാണണം. അപ്പോൾ പുതിയ പുതിയ സിനിമകൾ കാണുക, അതിനെപ്പറ്റി നന്നായി ഡിസ്കസ് ചെയ്യുക, കാണാത്തവർക്കൊക്കെ അത് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മൊത്തത്തിൽ നമ്മളെ സിനിമ ഒരു നോളേജ് തന്നെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. പുതിയ മൂവീസിൻ്റെ ലിസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.